സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ താപനില ഉയർന്നു തന്നെ തുടരാൻ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് തുടരുകയാണ്. ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഷാരിഖ് നവാസാണ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഒപ്പം സൂര്യഗായത്രി കൊല്ലത്ത് നിന്നും ചേരുന്നുണ്ട്. ഷാരിഖ്, ഗുഡ് മോർണിംഗ്. ഷാരിഖ്, നല്ല ചൂടാണ് ഇപ്പോൾ തന്നെ പാലക്കാട് എന്ന് അറിയാം. 40 ഡിഗ്രിയൊക്കെ കടക്കുന്ന ഒരു സാഹചര്യം പാലക്കാടുണ്ട്. എന്താണ് ഈ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നത്? ഒപ്പം തന്നെ പാലക്കാട് ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് പ്രവിത, ഹാഷ്മി. ചൂട് അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ് പാലക്കാട് ജില്ലയിൽ. ഇന്നലെ പാലക്കാട് ജില്ലയിൽ 39.1 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി പാലക്കാട് ജില്ലയിൽ 40നോട് അടുത്തുള്ള ചൂട് എല്ലാ ദിവസങ്ങളിലും, അതായത് 39.1, 39.6 അങ്ങനെ അത്തരത്തിൽ 40നോട് അടുത്തുള്ള ചൂട് പാലക്കാട് ജില്ലയിൽ എല്ലാ ദിവസവും രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച 40 ഡിഗ്രിയും രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച 40.1, അതായത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ചൂട് റെക്കോർഡ് ചെയ്യപ്പെട്ട ദിവസമായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാട് ജില്ലയിൽ തുടർന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെയിൽ അത്ര ഉദിച്ചു വന്നിട്ടില്ല, എന്നാലും ഈ സമയത്തും അത്യുഷ്ണമാണ് നമുക്കെല്ലാം അനുഭവപ്പെടുന്നത്. കാരണം നമ്മൾ വയർക്കുകയാണ്, പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒരു വിയർക്കുന്ന അവസ്ഥയിലാണ്. കാരണം ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ, എന്നാൽ ഈ സമയത്ത് പോലും അത്യുഷ്ണം തന്നെയാണ് അനുഭവപ്പെടുന്നത്. ആളുകൾ ഒരേ സ്വരത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ രാവിലെ നമ്മൾ വെയിൽ അനുഭവപ്പെടുന്നു, നല്ല കടുത്ത ചൂട് അനുഭവിക്കുന്നു, എന്നാൽ രാത്രിയിൽ പോലും വീട്ടിൽ ഫാൻ ഉണ്ടായിട്ട് പോലും കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം അത്യുഷ്ണമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജാഗ്രതാ നിർദ്ദേശം ജില്ലാ കളക്ടറേറ്റും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇറക്കിയിരുന്നു. വീണ്ടും അത് ഒന്നുകൂടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 11 മണി മുതൽ 3 മണി വരെ അത്യാവശ്യ യാത്രകളല്ലാത്തതൊക്കെ ഒഴിവാക്കണം, വീട്ടിൽ തന്നെ ഇരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തിറങ്ങുന്നവർ കുട, അതുപോലെ തന്നെ തൊപ്പി, സൺഗ്ലാസ് എന്നിവ കരുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ദാഹിച്ചില്ലെങ്കിൽ പോലും ഇടയ്ക്കിടെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇളനീർ വെള്ളം, ഇത്തരം പാനീയങ്ങൾ കുടിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ കാപ്പി, ചായ എന്നിവ പകൽ സമയങ്ങളിൽ പരമാവധി ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ പിന്നെ ഈ ശീതള പാനീയങ്ങളും അതും മറ്റ് ഷുഗർ ഉൾപ്പെടെയുള്ള കൂട്ടാൻ സാധ്യതകളുണ്ട്, മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്നതിനാൽ അത്തരത്തിൽ ശീതള പാനീയങ്ങളും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പകൽ സമയങ്ങളിൽ തൊഴിലാളികൾ അതുപോലെ തന്നെ ഈ ബൈക്ക് യാത്രക്കാരെല്ലാം ജാഗ്രത പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവരാണ് നേരിട്ട് വെയിലേൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാവുക. അപ്പോൾ ഹൈവേ, അതായത് ഈ സമയത്ത് ഫുഡ് ഡെലിവറി ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. സൂര്യഗായത്രി കൂടി ചെയ്തു. സൂര്യഗായത്രി, പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ പുല്ലൂരാണ് അവിടെ. ചൂടെന്ന് പറഞ്ഞാൽ പോരാ, ഉള്ള ചൂടിനേക്കാൾ ഇരട്ടിയിലാണ് നമുക്ക് അനുഭവിക്കാം ഈ പറയുന്ന ഹ്യൂമിഡിറ്റി ഒക്കെ കൊണ്ട്. എന്താണ് കൊല്ലത്തെ പൊതുവിലെ അവസ്ഥ? ഗുഡ് മോർണിംഗ് സൂര്യഗായത്രി. ഗുഡ് മോർണിംഗ് ഹാഷ്മി, പ്രവിത. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ചൂടൊരൽപ്പം കുറവുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ 39 ഡിഗ്രി താപനില തന്നെയാണ് ഇന്നും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പുനലൂരിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിട്ടുള്ള ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. കഴിഞ്ഞ ദിവസം തന്നെ ഈ ജോലിക്കിടയിൽ ഒരു ലൈമാന് സൂര്യാതാപം ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശരീരം ആകമാനം പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. അതായത് ഈ രാവിലെ 11 മണി മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് അത് പരമാവധി കുറയ്ക്കണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അവധിക്കാലമാണ്, കുട്ടികളൊക്കെ തന്നെ ഗ്രൗണ്ടിൽ കളിക്കാൻ ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അതിലൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം, ചൂടിനെ കരുതിയിരിക്കണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ചെറിയ രീതിയിലുള്ള ഒരു മഴ കൊല്ലം ജില്ലയിൽ പെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ആശ്വാസം രാവിലെ ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നല്ല രീതിക്കുള്ള ഒരു മഴ ലഭിക്കാൻ ഇനിയും കാലതാമസം എടുക്കും. അതുവരെയും ചൂടിനെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിച്ച് മുൻകരുതലൊക്കെ തന്നെ എടുത്ത് അതിനെ നേരിടണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി പങ്കുവയ്ക്കുന്നത്. നിരവധി കച്ചവടക്കാർ ഉള്ള പ്രദേശം കൂടിയാണ് ഈ പുനലൂരായാലും അതുപോലെ തന്നെ കൊല്ലത്തായാലും. റോഡിലിരുന്ന് കച്ചവടം ചെയ്യുന്നവർ നിരവധി പേരുണ്ട്. അവർ ഇപ്പോഴും അങ്ങനെ ആ കച്ചവടം തുടരുകയാണ്. അവർക്കൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കുടിക്കാനായിട്ടുള്ള വെള്ളം അത് കരുതണം എന്നുള്ളതാണ്. നിർജ്ജലീകരണം ഉണ്ടാകാതെ
ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിട്ട് അവർക്കൊക്കെ തന്നെ നൽകിയിട്ടുള്ളത്. മറ്റ് ഈ സാധാരണഗതിയിൽ ഈ പകൽ സമയങ്ങളിൽ ജോലിക്ക് ഇറങ്ങുന്ന മറ്റ് ചുമട്ടു തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ, ഈ ഡെലിവറി ബോയ്സ് ഉൾപ്പെടെയുള്ളവരുണ്ട്, അവരോടൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ വേനൽമഴ വരെയും ആരോഗ്യം ശ്രദ്ധിക്കണമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ KCB ജീവനക്കാരെ ഉൾപ്പെടെ ഈ സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങരുത്, ജോലി ചെയ്യരുത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും വേനൽമഴ എത്തുന്നത് വരെയും ചൂടിനെ കരുതിയിരിക്കണം. അതിശക്തമായിട്ടുള്ള ചൂട് തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് കൊല്ലത്ത് നിന്ന് പറയാനുള്ളത്. ഓക്കെ, സൂര്യഗായത്രിയാണ് കൊല്ലത്ത് വന്ന് അവിടുത്തെ ചൂടിന്റെ വിവരങ്ങൾ നൽകിയത്. വൻ ചൂടാണ്. ഇനിയും ഈ ദിവസങ്ങൾ ചൂട് മുകളിലേക്ക് തന്നെ ഉയരും. UV വികിരണ തോതൊക്കെ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് ആ സമയത്ത് പറ്റുന്നവരൊക്കെ വീടിനകത്തിരിക്കുക, പറ്റുന്നവരൊക്കെ വെയിൽ കൊള്ളാതിരിക്കുക. എല്ലാവരും ആ സമയത്ത് വീടിനകത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ലെന്ന് അറിയാം. പുറത്തിറങ്ങിയാൽ മാത്രമേ അരി മേടിക്കാൻ പറ്റും. പാവം സാധാരണക്കാർ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവർ പുറത്തിറങ്ങുമ്പോഴും എടുക്കേണ്ട ജാഗ്രത, മുൻകരുതൽ, ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാലിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.